രക്തസാക്ഷിണിയും അത്ഭുത പ്രവർത്തകയുമായ വിശുദ്ധ ഫിലോമിനായുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആദ്യമായി നേർന്നുകൊള്ളട്ടെ. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ രാജകീയ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് രക്തസാക്ഷിത്വ ക്രിസ്തുനാഥന് സാക്ഷ്യം വഹിക്കുവാനായി തൻ്റെ ജീവൻ വെടിഞ്ഞ വിശുദ്ധയുടെ മാധ്യസ്ഥം എന്നും എപ്പോഴും നമുക്ക് തുണയായിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അവസരങ്ങളിൽ നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങളും അതുപോലെ തന്നെ അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന സന്ദർഭങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം വിശുദ്ധയുടെ മാധ്യസ്ഥം എന്നും എപ്പോഴും നമുക്ക് സഹായകമായി തീരും. അതുപോലെ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പ്രലോഭനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നവരാണ്. അവരെയെല്ലാം നേർവഴിക്ക് നയിച്ച് വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാനും അതുപോലെ തന്നെ ക്രിസ്തുനാഥന് സാക്ഷ്യം വഹിക്കുവാനും വിശുദ്ധയുടെ മാധ്യസ്ഥം എപ്പോഴും എന്നും സഹായകമായിട്ടുണ്ട്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ ഫിലോമിനായുടെ ഒരു ഭക്തനായിരുന്നു. അങ്ങനെ ആ വിശുദ്ധയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് ഉയർന്ന നാം വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ പോലെ ഈ ഇടവകയിലെ മക്കളായ നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ വിശുദ്ധയെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ക്രൈസ്തവ ജീവിതം കഴിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതുപോലെ തന്നെ തിരുനാളിൻ്റെ എല്ലാ പ്രസിദ്ധന്തിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും അതുപോലെ തന്നെ ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ദൈവ തിരുമുൻപിൽ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹ അഭിലാഷങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയുമെല്ലാം സുധീരം തരണം ചെയ്യുന്നതിനുമുള്ള അനുഗ്രഹത്തിനായി വിശുദ്ധയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദീപബലി ആരംഭിക്കാം.